ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വെച്ചിട്ട് 2 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇതാ മെസ്സിൽ പോയി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഞാൻ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന ലഞ്ചിൻ്റെ ലഞ്ചിനുണ്ടായിരുന്ന ഉപ്പേരിയും കറിയും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടായിരുന്നു. അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കാട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് എടുക്കാത്തതുകൊണ്ട് ആ ഉപ്പേരി ഞാൻ രാവിലെ കഴിക്കാൻ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അങ്ങനെ അതും കൂട്ടിയിട്ടാട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ നേരെ റൂമിൽ വന്നു റൂം ക്ലീൻ ചെയ്യാണ്. അപ്പം എൻ്റെ റൂംമേറ്റ് വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അവളുടെ ടേബിളും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. റൂമിൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പൊസിഷനൊക്കെ മാറ്റാനുണ്ട്. പിന്നെ റൂം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാനിട്ട്. അപ്പോൾ ഞാനിതാ എല്ലാം ക്ലീൻ ചെയ്യാണ്. റൂമിൽ ഇതേപോലെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ടേബിളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിടാണ്ട്. വീഡിയോ ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ റൂം മേക്ക് ഓറും പണ്ടോ അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്യണം. എല്ലാം പരത്തിയിട്ടത് കണ്ടോ, ഈ ഒരു ബെഡിൽ മൊത്തം കണ്ടോ, ഈ കട്ടിൽ മൊത്തം ഫുള്ള് ഇങ്ങനെ പരത്തിയിട്ടുണ്ട്. അപ്പം എനിക്കെല്ലാം അറേഞ്ച് ചെയ്യണം. ഒന്നത് എന്താ വെച്ചാൽ ഈ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറേ സാധനങ്ങളുണ്ട് റൂമിൽ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് റൂമിൽ. അപ്പോൾ എല്ലാം ഒതുക്കി പെറുക്കി വെക്കണം. അങ്ങനെ ലാസ്റ്റ് ഞാനിതാ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂംമേറ്റ് യൂസ് ചെയ്യുന്ന ടേബിളായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതെടുക്കാവും എനിക്ക് നല്ലതെന്ന്. കാരണം എൻ്റേത് അങ്ങനെയല്ല, നോർമലായിട്ടുള്ള ഒരു വുഡൻ്റെ ടേബിളായിരുന്നു. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് നേരെ അവളുടേത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഫുൾ സെറ്റ് ചെയ്തു കേട്ടോ. ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ വന്നുമ്പോൾ പണിയാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ എന്താ വീട്ടിൽ പോവാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നേരെ കോട്ടയ്ക്കിലെത്തിയിട്ടാണ്. എന്നിട്ട് നേരെ അച്ഛന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ സീനത്തിലേട്ടാ, പുതിയ സീനത്തിലാണ് കയറിയത്. അപ്പോൾ അങ്ങനെ അച്ഛന് ഷർട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. ഈ ഒരു മെറൂൺ കളർ ടൈപ്പ് ഷർട്ടാട്ടോ ഞാൻ എടുത്തത്. പിന്നെ നേരെ വേറൊരു ഷോപ്പിൽ കയറി അമ്മയ്ക്കുള്ള ഒരു ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അനിയന്മാർക്ക് ഞാൻ ഡ്രസ്സ് എടുത്തില്ല, നമുക്ക് ക്യാഷ് കൊടുക്കാൻ വെച്ചിട്ട് അവർ എടുത്തോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ അമ്മയ്ക്കൊരു ടോപ്പ് എടുക്കണം, പിന്നെ എനിക്കൊരു ടോപ്പ് എടുക്കണം. അപ്പോൾ അച്ഛന് എനിക്ക് വേറെ സെപ്പറേറ്റ് ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കുള്ള ടോപ്പ് നോക്കണം. അപ്പോൾ ഈ ടോപ്പല്ല കേട്ടോ ഞാൻ എടുത്തത്, ഞാൻ വെറുതെ കണ്ടപ്പോൾ എടുത്തതാണ്. അങ്ങനെ ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു 5:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് കണിക്കുള്ളതൊക്കെ ഒരുക്കി പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ടാ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ കണിയൊക്കെ കണ്ടു കേട്ടോ, വിഷുക്കണിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഭയങ്കര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിഷു. കാരണം അമ്മ വന്ന് കണ്ണൊക്കെ പൊത്തി വിഷുക്കണി കാണിക്കണതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിഷുക്കണിയിട്ട് കിട്ടുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്, മാറി നീ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും നടന്നില്ല കേട്ടോ. അച്ഛൻ വേഗം വിഷുക്കണി കണ്ട ശേഷം തന്നെ അച്ഛൻ വേഗം കൈനീട്ടം തന്നു. അപ്പോൾ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഭയങ്കര രസമാണ് കേട്ടോ, വീട്ടിൽ ഇങ്ങനെ വിഷുക്കണിയിട്ട് തരുന്നതൊക്കെ നല്ല രസമാണ്. ക്യാഷ് കിട്ടുന്നതുകൊണ്ടല്ല, ആ ഒരു സ്നേഹം കൊണ്ടാട്ടോ എല്ലാവർക്കും കഴിഞ്ഞിട്ട് തരുന്നു, പിന്നെ ഉമ്മയൊക്കെ കൊടുക്കണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ഈ വിഷു ടൈമിലൊക്കെ. അപ്പോൾ വിഷുക്കണിയിട്ടും കിട്ടി, വിഷുക്കണിയൊക്കെ കണ്ടു. പിന്നെ ഞാനും അനിയനും അമ്മയും കൂടെ പടക്കം പൊട്ടിക്കലും പൂത്തി കത്തിക്കലും അങ്ങനെ ചെറിയ ചെറിയ ആഘോഷങ്ങളിലായിരുന്നു കേട്ടോ. വലിയ അനിയൻ പോയിട്ട് വേഗം കിടന്നുറങ്ങി, പിന്നെ അച്ഛനും പോയിട്ട് കിടന്നുറങ്ങി കേട്ടോ. ചില ടൈമിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അവർ പോയി കിടന്നുറങ്ങി. ഞങ്ങൾ പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ടല്ലേ എല്ലാം ആഘോഷിക്കണം, ഈ ടൈം പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. അപ്പോൾ പുതിരി അധികം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെ ആസ്വദിച്ച് ചെയ്യുകയാണ്.
മാർക്ക് കത്തിക്ക്. അങ്ങനെ കുറേ അധികം നേരം ഇരുന്ന് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ കണി കാണാൻ വേണ്ടി എണീറ്റതല്ലേ, അപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പോയിട്ട് കിടന്നുറങ്ങിയിട്ടാണ്. പിന്നെ രാവിലെ ആയപ്പോൾ ഇതാ ഒരു 7 മണി 7:30 ആയപ്പോൾ എണീറ്റ് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എനിക്കെടുത്ത ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ, ഈ ഒരു കുർത്തയായിരുന്നു ഇട്ടുന്നത്. പിന്നെ അച്ഛന് എനിക്ക് വേറെ ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഭാഗ്യമുണ്ട്, ചില ടൈമിൽ എനിക്ക് അച്ഛന് ഓണത്തിനായിക്കോട്ടെ വിഷുവിനായിക്കോട്ടെ എല്ലാ ഓണത്തിനും വിഷുവിനായിക്കോട്ടെ എനിക്ക് ഒരു 2-3 കൂട്ടം ഡ്രസ്സൊക്കെ കിട്ടാറുണ്ട്. അതിന് ഭയങ്കര ലക്കാണ്. അപ്പോൾ അച്ഛൻ്റെ വക കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇന്നത്തെ ഒരു വിഷു പറഞ്ഞത് ഭയങ്കര രസമാണ്. മാത്രമല്ല ആദ്യമൊക്കെ വിഷുവിന് ഞങ്ങളെ വീട്ടിലേക്ക് അച്ഛൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. പക്ഷേ അവർ പിന്നെ മരിച്ചു. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു സംഭവങ്ങളുണ്ടായില്ല. അത് ഞങ്ങളെ വീട്ടിൽ വിഷു ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെപ്പോഴും വന്നിരുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യാറുണ്ട്. പിന്നെ വിഷുവിന് മാമൻ വരാറുണ്ട്. എൻ്റെ വലിയ മാമന് വിഷു ഓണമായിക്കോട്ടെ എല്ലാ ആഘോഷങ്ങളിലും രാവിലെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ റൂംമേറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹാജർ. അപ്പോൾ അവളെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ ഉച്ചയൊക്കെ ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് പറടോ, മടിയാ ഒരു ഹായ് പറയടോ. ഹായ് ഹായ് പറ. എന്ത് ഹായോ, എന്ത് ചെറിയ ഹായ്, നല്ലൊരു ഹായ് പറ പൊന്നോ. ഹായ് പറ, ഹായ് പറ. ഒന്നരയൊക്കെ ആയപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. പക്ഷേ എൻ്റെ ഫ്രണ്ട് വന്നിട്ടില്ലെന്ന്, അവൾ ഭയങ്കര ലേറ്റായി പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഇങ്ങനെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്താണ് കേട്ടോ. അവൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് രണ്ടാമത് അവളപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിച്ചിട്ടില്ല, ജസ്റ്റ് അവളപ്പം ഒന്ന് കമ്പനിക്ക് ഇരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഐറ്റംസ്. ഞാൻ ആദ്യം കാണിച്ചില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ അവൾ ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ അവളെ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തേണ്ടി വന്ന്. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസൊക്കെ എൻ്റെ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെറിയ രീതിയിൽ ഹെൽപ്പിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാം രാവിലെ നേരത്തെ എണീറ്റ് ഫുൾ സെറ്റാക്കി വെച്ചിരുന്നു അമ്മ. അപ്പോൾ അവൾ വന്നപ്പോൾ അവൾക്ക് വിളമ്പി കൊടുക്കുകയാണ്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യ, ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. അവൾ ഞാൻ വിഷുവിന് വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ആദ്യം ചോദിച്ചത് സദ്യ ഉണ്ടാവില്ലേന്ന് കേട്ടോ. കാരണം ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പം ഞാൻ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഒരുവിധം എല്ലാ സദ്യ ഐറ്റംസും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ. അപ്പോൾ അവൾ ലേറ്റ് ആയതുകൊണ്ട് അവൾ സെപ്പറേറ്റ് ഇന്ന് കഴിക്കുകയാണ് കേട്ടോ. പക്ഷെ അതുകൊണ്ട് വലിയ സീനൊന്നും ഇല്ല, അവൾ നല്ല ആസ്വദിച്ച് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പായസം കുടിച്ചിട്ട് അവൾക്ക് കമ്പനി കൊടുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ അവൾ നല്ല ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ പാടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ വെള്ളമൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒന്ന് കറങ്ങാതെ വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇവിടെ ഈ പാടത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇല്ല ഹോസ്റ്റലിൽ ആൾക്കാരെ നല്ല രസമാട്ടോ അവിടെ വെള്ളം വന്നാലൊക്കെ അടിപൊളിയാടാ. അയ്യോ നീ ചാടണ്ടേ. അവിടെ ഒരു കുളം ഉണ്ടടാ, ഇതാ അവിടെ. അങ്ങനെ പോയി നോക്കാം, അവിടെ അങ്ങനെ തുറക്കാം. നൊസ്റ്റാൾജിയാണ് ഗൈസ് ഇത്. ഞങ്ങൾക്ക് ബയോളജി സാധനം പഠിക്കാണ്ടായിരുന്നു. കിളിങ്ങി നോക്കി. അതന്നെ, ഞാൻ ഇത് സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ബയോളജി പഠിക്കാനുള്ള സമയത്ത് ഇതിന്റെ സ്ട്രക്ചർ പന്ത് എടുത്തരുന്നു. പന്ത് നിർത്തത്താളെ ഭയങ്കര ഇത് വേണ്ട എനിക്ക്. പന്ത് തട്ടി കൊടുക്കട്ടെ, എവിടെ എത്തുമാവോ. ഇതിന്റെ സ്ട്രക്ചറൊക്കെ ഇതിനൊരു പൂവ് ഉണ്ടാവില്ലേ, ഒരു വയലറ്റ് കളറ്. ഇതാണ് ഞങ്ങളുടെ പാടം.
അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത് ഞാൻ ജസ്റ്റ് ഇതിൽ ഒരു ക്ലിപ്പായിട്ട് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്തു. ഇതാണ്ട് എൻ്റെ ഫ്രണ്ട് ഹാജറ. അപ്പോൾ അവളെടുത്തുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അമ്മൂസ്. പിന്നെ വീട്ടിൽ വന്ന് ചായ കുടിച്ചു. രാത്രിയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന പടക്കങ്ങളും പൂത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിഷുവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു, വിഷു ആഘോഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.